ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അധ്യാത്മ രാമായണ ആരംഭത്തിൽ ശ്രീരാമതത്വത്തെ ഹനുമാനു വേണ്ടി സീത ഉപദേശിച്ച ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ പാരമാർത്ഥികമായ സത്യസ്വരൂപമായിട്ട്, ഏകവും അദ്വിതീയവുമായ സച്ചിദാനന്ദമായിട്ട്, സർവീശ്വരനായിട്ട്, സ്വയം നിർവികാരനും എന്നാൽ എല്ലാ വികാരങ്ങൾക്കും ആസ്പദനും, സ്വയം യാതൊരു വികൃതിയുമില്ലാത്തവനും എന്നാൽ എല്ലാ വികൃതികളും ഏതൊരധിഷ്ഠാനത്തിൽ സംഭവിക്കുന്നുവോ അപ്രകാരമുള്ള ഏക ഈശ്വരഭാവത്തെ ശ്രീരാമനെന്നറിയൂ എന്ന് ഉപദേശിച്ചു. തുടർന്ന് തൻ്റെ തത്വം, അതായത് മായാതത്വം ഉപദേശിക്കുകയാണ്. നോക്കൂ, എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തത്സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തത്സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. ഞാൻ മൂലപ്രകൃതിയാണ്. ഇത് ആദ്യമായിട്ട് മനസ്സിലാക്കിയാലും, എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. ഇവിടെ താൻ മൂലപ്രകൃതിയാണെന്ന് പറയുമ്പോൾ എന്താണ് പരമാത്മാവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം? ഏത് രീതിയിലുള്ളതാണത്? വിവിധ വാദങ്ങൾ വിവിധ ദർശനഭേദങ്ങളിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. വേദാന്തശാസ്ത്രം പരമാത്മാവിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിയായിട്ടാണ് മായയെ മനസ്സിലാക്കുന്നത്. അനന്യമാണ്, അഭിന്നമാണ്. എന്നാൽ ഈ ലോകത്തെ സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ വ്യവഹാരങ്ങളെ പരിഗണിക്കുമ്പോൾ പരമാത്മാവിൻ്റെ ശക്തി എന്ന് നമ്മൾ മാനിക്കും. വാസ്തവത്തിൽ അഭിന്നമാണ്. അഗ്നിയും അഗ്നിയുടെ ഉഷ്ണതയും പോലെ. ദൃഷ്ടാന്തം പൂർണ്ണമല്ലെന്നറിയാം, എങ്കിലും ദൃഷ്ടാന്തങ്ങളിലൂടെ മാത്രമല്ലേ സൂക്ഷ്മതത്വം പറയാൻ ഒക്കൂ. അഗ്നിയിൽ നിന്ന് ഭിന്നമാണോ അഗ്നിയുടെ ഉഷ്ണത? ഒരിക്കലുമല്ല, അനന്യമാണ്. എന്നാൽ ഒരാൾ പറയുകയാണ്, എനിക്ക് തീ പൊള്ളി, തീ കൊണ്ട് പൊള്ളലേറ്റു. ശരിയാണ്. വേറൊരാൾ പറയുകയാണ്, തീയിൻ്റെ ചൂട് കൊണ്ട് പൊള്ളി, അഗ്നിയുടെ ഉഷ്ണം കൊണ്ട് എനിക്ക് പൊള്ളി. അതും ശരിയാണ്. ഇപ്പം തീ കൊണ്ട് പൊള്ളി എന്ന് പറഞ്ഞാലും തീ ചൂട് കൊണ്ട് പൊള്ളി എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ്. കാരണം അഗ്നിയിൽ നിന്ന് അഭിന്നമാണ് ചൂട്. അപ്പം നമ്മൾ എപ്പോഴാണ് അഗ്നിയിൽ നിന്ന് ഭിന്നമായി ചൂടെന്ന് പറയുന്നത്? പൊള്ളുക എന്നുള്ള വ്യവഹാരത്തെ പരിഗണിക്കുമ്പോൾ മാത്രമാണ്, കാര്യത്തെ പരിഗണിക്കുമ്പോൾ മാത്രമാണ്. ഇതുപോലെ പരമാത്മാവിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷമാണ് മായ.
എന്നാൽ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി തുടങ്ങിയ വ്യവഹാരങ്ങൾ എടുക്കുമ്പോൾ ആ മായയെ നമ്മൾ വേർപെടുത്തി പറയും, പരമാത്മാവിൻ്റെ ശക്തി എന്ന് പറയും. അങ്ങനെയുള്ള മൂലപ്രകൃതിയാണ് ഞാൻ എല്ലാ സൃഷ്ടിജാലങ്ങളും. ഏതൊന്നിൽ നിന്നോ അതിനെയാണ് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത്. പ്രകർഷേണ കൃതി യയാ, എല്ലാ കൃതികളും തന്നെ, എല്ലാ സൃഷ്ടി വൈവിധ്യങ്ങളും തന്നെ യാതൊരുവളാൽ ചെയ്യപ്പെടുന്നുവോ അവളെ പ്രകൃതി എന്ന് പറയും. ആ പ്രകൃതിയിൽ നിന്ന് വിവിധങ്ങളായ പരിണാമങ്ങൾ സംഭവിക്കുന്നു. അതിൻ്റെ മൂലഭാവത്തെ കാണിക്കാനാണ് മൂലപ്രകൃതി എന്നുള്ള ശബ്ദം. ഇവിടെ പ്രകൃതിയും പുരുഷനും തീർത്തും ഭിന്നമാണെന്നുള്ള സാഖ്യവാദം, ആ സാഖ്യവാദം ഇവിടെ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ പരമാത്മാവ്, പരബ്രഹ്മം എന്നൊരു സങ്കല്പം സാഖ്യദർശനത്തിലില്ല. അവിടെ പ്രകൃതിയും പുരുഷനും രണ്ട് തത്വങ്ങളായിട്ടാണ് അവർ വിചാരം ചെയ്യുന്നത് അഥവാ നിർദ്ദേശിക്കുന്നത്. അവിടെ പരമാത്മാവ്, പരബ്രഹ്മം എന്നൊരു സങ്കല്പം തന്നെയില്ല. എന്നാൽ ഇവിടെയാകട്ടെ പ്രകൃതിയെ പറയുന്നതിന് മുമ്പായിട്ട് പരമാത്മതത്വം ഉപദേശിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനനുസൃതമായിട്ടേ പിന്നീട് ഉപദേശിക്കുന്നതിന് നമുക്ക് എടുക്കാൻ കഴിയൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മൂലപ്രകൃതി എന്നുള്ള ശബ്ദം ഇവിടെ കണ്ടതുകൊണ്ട് ഇത് സാഖ്യദർശനമാണ് എന്നങ്ങ് നിർണയത്തിലെത്തരുത്. അങ്ങനെ പറയാമായിരുന്നു. ശ്രീരാമനെ കൊണ്ട് പുരുഷൻ എന്ന നിലയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ പുരുഷനും പ്രകൃതിയും രണ്ട് എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കാമായിരുന്നു. എന്നാൽ ശ്രീരാമതത്വം ഉപദേശിച്ച സമയത്ത് പരമാത്മാവാണ്, പരബ്രഹ്മമാണെന്നാണ് ആദിമധ്യാന്തങ്ങളിലെല്ലാം ഉപദേശിച്ചത്. അതുകൊണ്ട് ഒരിക്കലും സാഖ്യദർശനത്തിൽ പറയുന്ന പുരുഷനിൽ നിന്ന് തീർത്തും ഭിന്നയായ പ്രകൃതി എന്ന അർത്ഥത്തിൽ ഇവിടെ മൂലപ്രകൃതി എന്നത് എടുക്കാൻ പാടില്ല. അപ്പം പിന്നെ എങ്ങനെ എടുക്കും? ഉപനിഷത്ത് പ്രഖ്യാപിക്കും, മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം. മായയെ പ്രകൃതി എന്നറിയൂ. ആ മായ ആർക്കധീനമാണോ, ആരിൽ നിഹിതമാണോ അനന്യഭാവത്തിൽ അവനെ, മായാവിയെ പരമേശ്വരൻ എന്നറിയൂ, മഹേശ്വരൻ എന്നറിയൂ. ആ ഒരു ഔപനിഷദമായ വീക്ഷണമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ എന്നെ മൂലപ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കിയാലും എൻ്റെ നാഥനായിരിക്കുന്ന പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇതെല്ലാം ഞാൻ സൃഷ്ടിക്കുന്നു. താത്പര്യം ആ പരമാത്മ ചൈതന്യത്താൽ പ്രേരിതമായി അഥവാ പരമാത്മ ചൈതന്യത്താൽ ചൈതന്യവത്തായി സ്വതവേ ജഡഭാവത്തോടു കൂടിയ പ്രകൃതിയിൽ നിന്ന് എല്ലാ സൃഷ്ടിജാലങ്ങളും പ്രകടമാകുന്നു. ഇപ്പോൾ ത്രിഗുണാത്മികയായി അനന്യശക്തിയായിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് പരമാത്മ ചൈതന്യത്താൽ സകല സൃഷ്ടിജാലങ്ങളും പ്രകടമാകുന്നു എന്ന് മനസ്സിലാക്കിയാലും ഈ ഒരു ദർശനം, അഭേദ ദർശനം, അഭിന്ന ദർശനം, പരമാത്മാവിൻ്റെ അഭിന്ന ശക്തിയാണ് പ്രകൃതി എന്നുള്ള, മായ എന്നുള്ള ദർശനം, അതിവിടെ ഉറപ്പിച്ച് ഉപദേശിച്ചിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.